സാമ്പത്തിക ഡെസ്കിൽ നിന്ന് ബിസിനസ് ഡെസ്കിൽ നിന്ന് നമ്മുടെ സാമ്പത്തിക വിദഗ്ധ കൃഷ്ണ ചെറിയാൻ തത്സമയം ശരിയാണ്. കൃഷ്ണ, ഒരുപക്ഷെ നമുക്കൊക്കെ ആശങ്കയുണ്ടാക്കുന്ന കാര്യമാണ്. കാര്യം ഗൾഫ് നാടുകളിൽ ഉണ്ടാക്കുന്ന ഓരോ സാമ്പത്തിക ചലനത്തിനും നമ്മുടെ നാട്ടിൽ സ്വാധീനമുണ്ടാക്കും എന്നതുകൊണ്ട് തന്നെ നമുക്കും ആശങ്കപ്പെടേണ്ട സാഹചര്യം നിലനിൽക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും എസ്കെൻ, കാരണം ലോകത്തൊരു യുദ്ധവും സാമ്പത്തിക മേഖലയിൽ നല്ല കാര്യങ്ങൾ സംഭവിപ്പിച്ചിട്ടില്ല. ഇതൊരു ബട്ടർഫ്ലൈ എഫക്റ്റ് പോലെയാണ്. നമുക്കറിയാം, അമേരിക്കയിൽ ഒരു പൂമ്പാറ്റ ചിറകടിച്ചു കഴിഞ്ഞാൽ അത് കേരളത്തിലെ ഏതെങ്കിലും ഒരു ചെറിയ ഗ്രാമത്തിൽ ഒരു പ്രളയമോ മറ്റോ ഉണ്ടാക്കുമെന്ന് പറഞ്ഞതുപോലെ ലോകത്തിന്റെ ഏത് ഭാഗത്ത് നടക്കുന്ന യുദ്ധമാണെങ്കിലും അത് സാമ്പത്തിക മേഖലയിൽ അനുരണനങ്ങൾ ഉണ്ടാക്കും. നമ്മളെ എല്ലാവരുടെയും തന്നെ പോക്കറ്റ് ചോരാൻ അത് ഇടയാക്കുകയും ചെയ്തു. ഇനി ഈ സാമ്പത്തിക പ്രത്യാഘാതങ്ങളെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ അത് ഈ യുദ്ധം എത്രത്തോളം നീണ്ടു നിൽക്കുന്നു എന്നതനുസരിച്ചിരിക്കും. യുദ്ധം പെട്ടെന്ന് അവസാനിക്കുകയാണെങ്കിൽ സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ അത് സംഭവിക്കുന്നതിന്റെ തോത് കുറയും. യുദ്ധം നീണ്ടു നിൽക്കുകയാണെങ്കിൽ അതിന്റെ തോത് കൂടും. ഇത് 5 വിവിധ ഹെഡ്ലൈനുകളിൽ ഇത് പറയാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പ്രേക്ഷകർ ശ്രദ്ധിക്കുക. യുദ്ധം നീണ്ടു നിന്നു കഴിഞ്ഞാലാണ് ഇത്തരത്തിലുള്ള ഒരു സാമ്പത്തിക പ്രത്യാഘാതം ഉണ്ടാകാൻ സാധ്യത. അതുകൊണ്ട് തന്നെ യുദ്ധം നീണ്ടു നിൽക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒന്നാമത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ കാര്യം അത് ഊർജ്ജ പ്രതിസന്ധിയാണ്. നമുക്കറിയാം, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം 89 മുതൽ 90% വരെ ഇന്ധനം നമ്മൾ ഇറക്കുമതി ചെയ്യുകയാണ്. നമുക്ക് സ്വന്തമായുള്ള ഇന്ധന ഉൽപ്പാദനം വളരെ കുറവുള്ള ഒരു രാജ്യമാണ്. അതുകൊണ്ട് തന്നെ പ്രധാനമായും ഗൾഫ് മേഖലയിൽ നിന്നാണ് നമ്മൾ ഇന്ധനം ഇറക്കുമതി ചെയ്യുന്നത്. ഇനി ഗൾഫ് മേഖലയെ പറ്റി അല്ലെങ്കിൽ വെസ്റ്റ് ഏഷ്യയെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ആഗോള ഇന്ധന വ്യാപാരത്തിന്റെ 30%, 27 മുതൽ 30% കൈകാര്യം ചെയ്യുന്നത് ഈ മേഖലയാണ്. അതുകൊണ്ട് തന്നെ ആ മേഖലയിൽ സംഭവിക്കുന്ന ഏത് യുദ്ധവും ഏത് പ്രതിസന്ധിയും ആഗോള ഇന്ധന വ്യാപാരത്തെ ബാധിക്കും. ഇന്ത്യയെ അത് പ്രത്യേകിച്ച് ബാധിക്കും. നമ്മുടെ ഇറക്കുമതി ചെലവ് കൂടാനിടയാകും. ഇറക്കുമതി ചെലവ് കൂടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഡോളർ ശക്തി പ്രാപിക്കും, രൂപയുടെ മൂല്യം ഇടിയും. അങ്ങനെ ഈ ആഗോള ഊർജ്ജ പ്രതിസന്ധി സൃഷ്ടിക്കാൻ ഈ യുദ്ധം നീണ്ടു എന്നാൽ അതൊരു കാരണമാകും. കഴിഞ്ഞ 5 വർഷമായി ഇന്ത്യയിൽ ഇന്ധനവില കാര്യമായിട്ട് കൂടിയിട്ടില്ല എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഈ ഊർജ്ജ പ്രതിസന്ധി വരുന്നത് വലിയ തോതിൽ മേഖലയിലെ രാജ്യങ്ങളെ ബാധിക്കാനിടയുണ്ട്. ഇനി ഈ ഊർജ്ജത്തെ ബേസ് ചെയ്തുള്ള ഗൾഫ് മേഖലയിലെ സമ്പദ് വ്യവസ്ഥകൾ അവയ്ക്കെല്ലാം ഒരു പ്രശ്നമുണ്ടാകാനുള്ളൊരു സാധ്യതയാണ്. ഇനി രണ്ടാമത്തെ പ്രത്യാഘാതം നോക്കിക്കഴിഞ്ഞാൽ വിലക്കയറ്റവും ധനനയവും. നമുക്കറിയാം, ഈ ഓയിൽ പ്രൈസ് ഹൈക്ക് ഈസ് ദ മദർ ഓഫ് ഓൾ ഇൻഫ്ലേഷൻ എന്നാണ് പറയുന്നത്. അതായത് എല്ലാ വിലക്കയറ്റങ്ങളുടെയും കാരണമാകുന്നത് ഈ എണ്ണ വിലക്കയറ്റമാണ്. ഇന്ധനങ്ങൾക്ക് വില കൂടുമ്പോൾ ചരക്ക് കൂലി കൂടും, ബാക്കി എല്ലാ സാധനങ്ങളുടെയും വില ഉയരും. അപ്പോൾ ആഗോള വ്യാപകമായി നിലവിലുള്ള ആ ഒരു വിലക്കയറ്റം ആ തോത് വലിയ തോതിൽ ഉയരുകയും ഇനി അത് രാജ്യങ്ങളുടെ ധനനയങ്ങളെ ബാധിക്കുകയും ചെയ്യും. വിലക്കയറ്റം കൂടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പലിശ കൂടാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ അത് പ്രതിസന്ധിയാകാനുള്ള സാധ്യതയുണ്ട്. ഇനി 2 വ്യാപാര വിതരണ തടസ്സമാണ്. ഹോർമൂസ് കടലിടുക്കാണ് 20% LNG നിയന്ത്രിക്കുന്നത്. ഈ ഹോർമൂസ് കടലിടുക്ക് അടച്ചിടുന്നത്, ഇത്തരത്തിലുള്ള യുദ്ധ പ്രതിസന്ധി വരുന്നത് അതിന് ഒരു തടസ്സമുണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ വ്യാപാര വിതരണ ശൃംഖലയിൽ വലിയൊരു തടസ്സമുണ്ടാകാൻ സാധ്യതയുണ്ട്. ഇനി ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ ബസുമതി റൈസ് കയറ്റുമതിക്കാർ 1.2 ബില്യൺ ടൺ ബസുമതി റൈസ് ആണ് ഇറാനിലേക്ക് കയറ്റുമതി ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതിനുള്ള ഡീല് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞു. എന്നാൽ ഈ കയറ്റുമതി ഇപ്പോൾ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. $2 ബില്യൺ മൂല്യമുള്ള കയറ്റുമതിയാണ് ഇവിടെ തടസ്സപ്പെടാൻ പോകുന്നത്. മറ്റൊന്ന് ഇറാനിലേക്കുള്ള ഇന്ത്യയുടെ തേയില ഇറക്കുമതിയാണ്. ഇതും പ്രതിസന്ധിയിലാകും. അപ്പോൾ വലിയ എമൗണ്ടിലുള്ള ഇത്തരത്തിലുള്ള വ്യാപാരങ്ങൾ തടസ്സപ്പെടുന്നത് ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങൾക്കെന്ന് പറയുമ്പോൾ ഓരോ കുടുംബങ്ങളും, ഈ കയറ്റുമതി മേഖലയെ ആശ്രയിച്ച് കഴിയുന്ന ഓരോ കുടുംബങ്ങളും, നമ്മളുടെ ബസുമതി റൈസ് കർഷകരെ, ഇവരുടെ ജീവിതങ്ങളെയൊക്കെ ബാധിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇനി നമ്മൾ വിപണികളുടെ കാര്യം നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഓഹരി വിപണികൾ ഇന്നലെയും ഇന്നും അവധിയാണ്. ഇനി ഉറങ്ങി എഴുന്നേറ്റ് വരുമ്പോൾ വിപണികളെ ഇതെങ്ങനെ ബാധിക്കും? വിപണിയിൽ ഒരു തകർച്ച ഉണ്ടാകാനുള്ള സാധ്യതയാണ് സാമ്പത്തിക വിദഗ്ധരെല്ലാം തന്നെ പ്രവചിക്കുന്നത്. മറ്റൊന്ന് സ്വർണത്തിന്റെയും വെള്ളിയുടെയും വിലയാണ്. സ്വർണവും വെള്ളിയും നമ്മളൊന്നും ഉദ്ദേശിക്കുന്ന ലെവലിലല്ലാതെ കുതിക്കുമെന്നാണ് പറയുന്നത്. JP മോർഗൻ പറയുന്നത് $6,300 വരെ ഔൺസിന് സ്വർണ്ണവില കൂടും. അങ്ങനെയെങ്കിൽ 1 പവൻ സ്വർണ്ണവില 1.5 ലക്ഷം കടക്കാനുള്ള ഒരു സാധ്യത നമ്മൾ കാണുന്നുണ്ട്. ഡിസംബർ 23-നാണ് സ്വർണ്ണവില 1 ലക്ഷം കടന്നത്. മാസങ്ങൾക്കുള്ളിൽ തന്നെ 1.5 ലക്ഷം കടക്കാനുള്ള സാധ്യതയുണ്ട്. ഇനി അവസാനത്തെ നോക്കിക്കഴിഞ്ഞാൽ പ്രാദേശിക സമ്പദ് വ്യവസ്ഥയിൽ ഉണ്ടാകാവുന്ന പ്രശ്നം അത് ഇറാനിലാണെങ്കിലും ഇസ്രയേലിലാണെങ്കിലും ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. ഗൾഫ് മേഖലയിൽ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. ഇവിടെയൊക്കെ ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ ഒരു ബട്ടർഫ്ലൈ ഇഫക്റ്റ് പോലെ നമ്മളെ കൊച്ചു കേരളത്തിലിരിക്കുന്ന പല കുടുംബങ്ങളിലും ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അത് വരാതിരിക്കട്ടെ. ട്രംപിന്റെ ആഗ്രഹം പോലെ റസാ പഹൽവി വന്നു കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങൾക്കൊരു അറുതി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. ബിസിനസ് കൃഷ്ണ ചെറിയാനാണ് ചേർന്നത്. കൃഷ്ണ, താങ്ക് യു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.